ഈ കുഞ്ഞിന്റെ അമ്മ അവന്റെ കൈക്ക് പകരം ഒരു ബയോണിക് കൈ ഘടിപ്പിക്കുന്നു. അതിനാൽ അവന് നന്നായി എഴുതാൻ കഴിയും. കാരണം അവൻ ജനിച്ചപ്പോൾ അവൻ ഒരു ജീനിയസ് ആണെന്ന് തെളിഞ്ഞു. അവൻ മേശപ്പുറത്തുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും അവഗണിച്ചു, പകരം ഒരു ക്രയോൺ കൊണ്ട് വരച്ചു. ആപ്പിൾ എന്ന വാക്ക് അമ്മ അവനെ കാണിച്ചപ്പോൾ അത് എന്താണെന്ന് അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനാൽ അവന്റെ അമ്മ ഒരു പെൻസിൽ കൊടുത്തു, എഴുതാൻ പഠിക്കാൻ പറഞ്ഞു. പക്ഷേ അവന്റെ കൈകൾ അപ്പോഴും വീക്കായിരുന്നു. പെൻസിൽ പിടിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവന്റെ അമ്മ നിരാശനായി. അതിനാൽ അവൾ അവന്റെ കൈക്ക് പകരം ഒരു പുതിയ $5000 റോബോട്ടിക്ക് കൈ കൊടുത്തു. പക്ഷേ അവന് കൈ ശരിയായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് അസ്വാസ്ഥ്യമായി തോന്നി. അതിനാൽ അത് അഴിക്കാൻ അവൻ അവളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അത് അഴിക്കുന്നതിന് പകരം അവൾക്ക് മറ്റു പദ്ധതികളുണ്ട്. അതിനാൽ അവനെ ഒരു പെട്ടിയിലാക്കുന്നതിന് മുമ്പ് അവൾ അവനെ സൗമ്യമായി ആശ്വസിപ്പിക്കുന്നു. ഒരാഴ്ച കടന്നുപോയി. അവൾ അവന്റെ ട്രോഫികൾ വൃത്തിയാക്കി വെച്ചു. പക്ഷേ അവൾ അവനെ സന്ദർശിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒരു എഴുത്ത് റോബോട്ടായി മാറിയിരുന്നു. എന്നാൽ അവൻ തന്റെ പുസ്തകം എഴുതി പൂർത്തിയാക്കിയ ശേഷം അവൻ അത് അടച്ചു. അപ്പോൾ മേശപ്പുറത്ത് അവന്റെയും അമ്മയുടെയും പഴയ എഴുത്തുകൾ കാണുന്നു. ഇത് ഒരു പ്രത്യേക വിധത്തിൽ അവന്റെ ഓർമ്മയെ ബാധിക്കുന്നു. കൂടാതെ അവന്റെ പാസ്റ്റ് ഓർക്കാൻ അവന് കഴിയുന്നുണ്ട്. അതും അവന്റെ 64 GB മെമ്മറി മാത്രം ഉപയോഗിച്ച്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.